ടുഡേ ഈസ് ഡേ 2 ഓഫ് എൻക്ലെക് സ്റ്റഡി വ്ലോഗ് ചാലഞ്ച്. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് തൈറോയ്ഡക്ടമിയുടെ സർജറി പോസ്റ്റ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. തൈറോയ്ഡക്ടമി എന്ന സർജറി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ എനി പാർട്ട് ഓഫ് ദി തൈറോയ്ഡ് ഗ്ലാൻഡ് ഏതെങ്കിലും ഒരു ലോബ് റിമൂവ് ചെയ്യുന്നതിനെയാണ് തൈറോയ്ഡക്ടമി എന്ന് പറഞ്ഞ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എയർവേ ആണ്. അപ്പോൾ നമ്മുടെ ബെഡ് സൈഡിൽ സക്ഷൻ അപ്പാരറ്റസ്, O2 ആൻഡ് ആംബു ബാഗ് നിർബന്ധമായിട്ട് വെക്കണം. പിന്നെ തൈറോയ്ഡക്ടമി കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിന് സർജറി കഴിഞ്ഞ പേഷ്യൻറ്റ് പൊസിഷൻ കൊടുക്കുന്നത് 30 ഡിഗ്രി സെമി ഫൗളസ് പൊസിഷനാണ്. തൈറോയ്ഡക്ടമി സർജറി കഴിഞ്ഞാൽ ഒരിക്കലും കഫ് അല്ലെങ്കിൽ സ്നീസ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് വരാം. അപ്പോൾ ഒരിക്കലും നമ്മൾ ബാക്ക് സൈഡ് ഓഫ് ദി നെക്ക് കൈ വെക്കാണ്ട് അവരോട് സ്നീസ് അല്ലെങ്കിൽ കോഫ് ചെയ്യരുതെന്ന് പറയരുത്. പിന്നെ അതേപോലെ തന്നെ ഹോഴ്സ്നെസ് ഓഫ് വോയിസ്, അത് സ്ട്രെസ് കാരണമാണ് ഈ ഹോഴ്സ്നെസ് ഓഫ് വോയിസ് വരുന്നത്. ത്രോട്ടിൻ്റെ അവിടെ എഡിമ വരും, അപ്പോൾ എയർവേ ഒബ്സ്ട്രക്ഷൻ വരാൻ അപ്പോൾ നമ്മൾ 4 മണിക്കൂറിൽ നെക്ക് സർക്കംഫറൻസ് മെഷർ ചെയ്യണം. ആൻഡ് ഓൾസോ 30 ഡിഗ്രി ഓഫ് സെമി ഫൗളസ് പൊസിഷൻ കൊടുക്കണം. ഡു നോട്ട് ഹൈപ്പർ എക്സ്റ്റെൻഡ് ഓഫ് ദി നെക്ക്. അപ്പോൾ നമ്മൾ ഒരിക്കലും ബാക്ക് സൈഡ് ഹൈപ്പർ എക്സ്റ്റെൻഡ് ചെയ്യരുത്. തൈറോയ്ഡക്ടമി സർജറി കഴിഞ്ഞ പേഷ്യൻസിനോട് എഡ്യൂക്കേഷൻ കൊടുക്കണം. ആൻഡ് ഓൾസോ ഇഫ് ദ പേഷ്യൻറ്റ് ഹാവ് നെക്ക് സ്ട്രെയിൻ അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ ഹെഡ് എലിവേറ്റ് ചെയ്യുക ആൻഡ് റിമൂവ് ദ ഡ്രസ്സിംഗ്, ദെൻ ഇൻഫോം ടു ദ ഡോക്ടർ. തൈറോയ്ഡക്ടമി സർജറിയുടെ മെയിൻ കോംപ്ലിക്കേഷൻ ആണ് ബ്ലീഡിംഗ്. ബ്ലീഡിംഗ് എവിടെ ചെക്ക് ചെയ്യേണ്ടത്? ബാക്ക് ഓഫ് ദി നെക്കിലാണ്. ഫ്രീക്വൻറ്റ് സ്വാലോയിങ് പേഷ്യൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ സൈഡ് ലൈൻ പൊസിഷൻ കൊടുക്കണം ടു പ്രിവെൻറ്റ് ആസ്പിരേഷൻ. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.